വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. അല്പസമയം ഉറങ്ങി ഉണർന്ന് കർത്താവിന് മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസകാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല അടിയങ്ങൾക്ക് ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരികയാ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാ കർത്താവേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പലവിധ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ ഉണ്ട് കർത്താവേ. എല്ലാം അങ്ങയുടെ പാദാന്തി ഒന്ന് സമർപ്പിച്ചു തരികയാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥന, മനസ്സ് തകർന്നവരോട് വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ, ഭാരത്തോടെ, ആവശ്യങ്ങളോടെ അങ്ങയുടെ പാദപീഠം ചാർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൾ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചെന്ന് പറയുവാൻ്റെ കൊണ്ണം ഇത്രത്തോളം സഹായിച്ച എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുന്നടുത്ത വചനമാണ്. ഇന്ന് വരെ കരുതി നടത്തിയ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം ചെയ്യുവാൻ അടിയനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്നാണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി ചെയ്യുന്ന മക്കൾ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾക്ക് പാർക്കുന്ന ഭവനം എല്ലാം അപ്പച്ചൻ്റെ പാദാന്ത്യം സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സ്വർഗം പരിപാലിക്കുമാറാകുക എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ കർത്താവിൻ രാജാതിരാജാവുമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരു നല്ല പിതാവുള്ളതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുകയാൽ എൻ്റെ കർത്താവേ, ഇന്നുവരെ ഞങ്ങൾക്ക് നല്ല തുണയായി, നല്ല സഖിയായി, നല്ല പിതാവായി, നല്ല സഹോദരനായി കൂടെ ഇരുന്നതോർത്ത് നന്ദി പറയട്ടെ. വീണ്ടും ചില പ്രാർത്ഥനാ വിഷയമുണ്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. അവരുടെ എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കണം. നല്ല ജയത്തോടെ അവരെ നടത്തുമാറാകണം. എൻ്റെ ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ വസിപ്പാൻ സഹായിക്കുമാറാകണം. തന്ന കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ബാലപിട കൂടാതെ വളർത്തിത്തന്ന് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളരാൻ സഹായിക്കുമാറാകണം. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കുമാറാകണം. സ്വർഗീയദൂതന്മാരാൽ കാവൽ ചെയ്തു കൊള്ളുമാറാകണം. എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുമാറാകണം. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ സമാധാനത്താൽ ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. വേദനയോടെ ചില പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കാനുണ്ട് കർത്താവേ. കടഭാരത്തിന് നടുവിലായിരിക്കുന്ന ജീവിതങ്ങൾ, ഭവനം കർത്താവേ ജപ്തിയുടെ അവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങൾ, അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുക അപ്പാ.
കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങുള്ളതുപോലെ കാണുന്ന ദൈവമുള്ളതുപോലെ അറിയുന്ന ദൈവമാ. അങ്ങയുടെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലല്ലോ കർത്താവേ. അങ്ങയുടെ ഭണ്ഡാരത്തിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. നീ വാരി വിതറിദാനം ചെയ്യാൻ മനസ്സലിവുള്ള ദൈവമാകിയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ദൂതന്മാരാൽ തൻ്റെ മക്കളെ കാവൽ ചെയ്യണമേ. ദൂതനെ ഇറക്കുമാറാകണമേ കർത്താവേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും സ്വർഗം തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കേൾപ്പാൻ സഹായിക്കുമാറാകണം. ദൈവമേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്ക തുണിയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളുമാറാകണം. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നത് പൂർത്തീകരിച്ച് പാർക്കാൻ ഭാഗ്യമൊരുക്കണം. ഭവനമില്ലാത്ത മക്കൾക്ക് സ്വർഗം ഭവനമൊരുക്കുമാറാകണം. ആമേൻ. മദ്യത്തിൽ മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവ് മാനസാന്തരം അയക്കുമാറാകണം. കുടുംബ സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് കർത്താവ് സമാധാനം നൽകി ഒന്നിച്ചു പാർക്കാൻ ഭാഗ്യമൊരുക്കുമാറാകണം. ആമേൻ. കർത്താവെ, കൂട്ടുകാർക്ക് അടിമപ്പെട്ട്, ഫോണിന് അടിമപ്പെട്ട് കർത്താവെ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളുണ്ട് കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന് ആകിയാൽ സ്തോത്രം കർത്താവെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ വേദനകൾക്കും അറുതി വരുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ, സ്തോത്രം, സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ, നാടും വീടും വിട്ട് വിദുരിതിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ്. പല എക്സാമിനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ. പ്രൊബറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ. സ്തോത്രം. OITയും IELTSഉം പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പരീക്ഷാ ഡേറ്റൊക്കെ ലഭിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ പരീക്ഷയിലൊക്കെ കൂടെ ഇരിക്കുമാറാകണമേ അപ്പാ. നല്ല ജയം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. അവരാഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ടെന്ന് എത്തിക്കണമേ. ജയകരമായ ജീവിതം നയിപ്പാൻ ഇടയാക്കുമാറാകണമേ കർത്താവേ. നീ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നിടത്ത വചനമാ. എൻ്റെ അപ്പൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ലജിച്ചുവാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൻ്റെ ജ്ഞാനത്താൽ, ബുദ്ധിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ശുഭകരമായ ഭാവി ഒരുക്കി മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ യാത്രകളിലും കൂടെ ഇരുന്ന് സുരക്ഷിതമായി നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗമിടയാക്കുമാറാകണം. വാഹനത്തിലും വഴിയിലും എല്ലാം കൂടെ ഇരിക്കണം. ആപത്തനത്തിൽ നിന്നെല്ലാവരെയും വിടിവിക്കുമാറാകണം. രോഗദുഃഖാദികൾ പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കുമാറാകണം. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയവേദനയെ സ്വർഗമെടുത്തു മാറ്റി സമാധാനത്തോടെ ജീവിപ്പാൻ സഹായിക്കുമാറാകണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം പൊന്നുകരങ്ങളെ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ ആണിപ്പഴുതുള്ള കാര്യം ഞങ്ങളുടെ പ്രിയ മക്കളെ തൊട്ട് സുഖപ്പെടുത്തിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ അപ്പാ, അങ്ങയുടെ മുഖത്തേക്കാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ നിരാശപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ. തമ്പുരാൻ്റെ കരുണയുടെ കരമൊന്ന് ചേർത്ത് പിടിക്കണമേ അപ്പാ. നീ അവിടുന്ന് താങ്ങും തണലുമായി നിൽക്കണമേ. ആശ്വാസത്തിൻ്റെ ദൈവമേ, സമാധാനത്തിൻ്റെ ദൈവമേ, സൗഖ്യത്തിൻ്റെ ദൈവമേ, മനസ്സിനെയും കരുണയുമുള്ള കർത്താവേ, ഞങ്ങളുടെ രോഗികളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെ മുൻപിൽ ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊക്കെ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയിട്ടുണ്ടെന്ന് കർത്താവേ, ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ആ മഹത്വം വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാടെല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേൽപ്പെട്ടക്കാർ ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കൾക്കായും നന്ദി പറയുന്നു. എല്ലാം കർത്താവ് അനുഗ്രഹിച്ച് സഹായിച്ച് ജയത്തോടെ നടത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പിന്നെയും ഇവിടുന്ന് കൃപ തന്ന് ഞങ്ങളെ നടത്തണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാ. അത് വളരണം, അത് ഉയരണം. ഹല്ലേലൂയ. സൂഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട് നിർത്തും നന്ദി പറയുക യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.